എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടതായിരുന്നു അല്ലേ? ഫ്രാക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ബേസിക്സ് നമ്മൾ പഠിച്ചു തുടങ്ങിയ രണ്ടാമത്തെ സെഷൻ ആണ് അല്ലെ? അപ്പൊ നമ്മള് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ബേസിക്സ് ആയിരുന്നു പഠിച്ചത്. സോ ഇപ്പോ ഫ്രാക്ഷൻസ് റിലേറ്റഡ് ആയിട്ട് ഫ്രാക്ഷൻസ് പറയുന്ന സാധനം ചിലപ്പോൾ നമുക്ക് എക്സാമിന് ഡയറക്റ്റ് ചോദ്യമായിട്ട് വരികയും ചെയ്യാറുണ്ട്. പ്ലസ് അല്ലാതെ നമുക്ക് ഈ പല ചോദ്യങ്ങളും ചെയ്യാൻ നമുക്ക് എന്തറിയണം? ഫ്രാക്ഷൻസിനെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിയണം അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റ് പേപ്പറിലെ ആൻസർ കീനെ കുറിച്ചാണ്. സോ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോയാലോ? യെസ്. എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? 5/4 + 1/5 + 3/10 + 5/4 അല്ലെ? സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് കൂട്ടേണ്ടത്? 5/4 + 1/5 + 3/10 + 5/4 അല്ലെ? സോ ഇതെല്ലാം കൂടിയാണ് നമുക്ക് കൂട്ടുന്നത്. അപ്പോ ഇവിടെ കുറെ ഫ്രാക്ഷൻസ് ഇങ്ങനെ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് LCM മെത്തേഡ് ആണ് അല്ലെ? അപ്പൊ LCM മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റേഴ്സിന്റെ LCM എടുക്കുക എന്ന് വെച്ചാൽ 4, 5, 10, 4 ആണ് ഡിനോമിനേറ്റേഴ്സ് ഇവിടെ വരുന്നത് അല്ലെ? ഒരു ഫ്രാക്ഷന്റെ ഏറ്റവും അടിയിൽ വരുന്ന സ്ഥാനത്തെയാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് വിളിക്കുക. A/B ഫോമിലെ ബിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡിനോമിനേറ്റർ എന്നും എനെ ന്യൂമറേറ്റർ എന്നും വിളിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിന്റെ എന്തെടുക്കുക എന്നുള്ളതാണ്, നമ്മുടെ LCM എടുക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ് ഏതൊക്കെയാണ്? 4 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്, വീണ്ടും 4 വരുന്നുണ്ട്. അപ്പൊ 4, 5, 10 ഈ സംഖ്യകളുടെ എന്തെടുക്കണം? നമ്മൾ LCM എടുക്കാൻ പോവാണ്. ഓക്കെ, 4, 5, 10 എന്നീ സംഖ്യകളുടെ LCM എന്ന് പറയുന്ന സാധനം എപ്പോഴും LCM എന്ന് പറയുന്ന സാധനം ഏറ്റവും വലിയ സംഖ്യക്ക് ഈക്വലന്റോ അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്ലോ ആയിരിക്കും. ഇത് ഏറ്റവും വലിയ സംഖ്യ ഏതാ? ആണ് അല്ലെ? 10ന്റെ ആണോ ഇവിടുത്തെ LCM എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ചെറിയ സംഖ്യകളുടെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഈ 10 വരുന്നുണ്ടോ നോക്കുക. ബാക്കി ഇവിടുത്തെ ചെറിയ സംഖ്യകൾ ഏതാ? 4, 5 അല്ലേ? 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 10 വരുന്നുണ്ടോ? ഇല്ല അല്ലെ? 1, 4, 4, 24, 8, 3, 4, 12 ഒക്കെയാണ് വരിക. 10 വരുന്നില്ല. 5ന്റെ വരുന്നുണ്ടെങ്കിലും 4ന്റെ വരാത്തത് കൊണ്ട് ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എത്രയല്ല? അല്ല. ഇപ്പോൾ പിന്നെ നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യേണ്ട പരിപാടി എന്താ? 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ 20 ആണ്. ഓക്കെ, 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ 20 ആണ്. ഇനി നോക്കേണ്ടത് ഈ 20 4ന്റെയും 5ന്റെയും 10ന്റെയും ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നുണ്ടോ? നോക്കൂ, 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 4 × 5 20 വരുന്നുണ്ട്. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 20 വരുന്നുണ്ട് അല്ലെ? 4 20. 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഓൾറെഡി 20 ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ 20 എടുത്തത്. സോ അപ്പൊ ഇവിടുത്തെ LCM എത്രയാ? 20 ആയിരിക്കും. അപ്പോ ഈ തന്നിരിക്കുന്ന ഏതൊരു സംഖ്യയുടെയും LCM കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് അതിൽ ഏറ്റവും വലിയ സംഖ്യയാണോ LCM എന്ന് ആദ്യം നോക്കുക. അതിന് ചെറിയ സംഖ്യകളുടെ ഒക്കെ മൾട്ടിപ്പിൾ ആയിരിക്കണം അത്. അല്ലെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യയുടെ മൾട്ടിപ്പിൾസ് എടുത്തെടുത്ത് നോക്കുക. അതില് ചെറിയ സംഖ്യകളൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ആദ്യത്തെ മൾട്ടിപ്പിൾ ആണ് അവിടുത്തെ എന്തായിട്ട് വരിക? LCM ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഇവിടുത്തെ LCM എത്രയാണ്? 20 ആണെന്ന് മനസ്സിലായി. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഇതിലെ ഓരോ സാധനങ്ങളെയും നിങ്ങൾ 20 ആക്കണം. ഓരോ ഡിനോമിനേറ്ററിനെയും നിങ്ങൾ 20 ആക്കണം. അപ്പൊ 4നെ 20 ആക്കാൻ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 5 കൊണ്ട് അതേ 5 വെച്ച് മുകളിലും ഗുണിക്കാം. ഓക്കെ, ദെൻ 5നെ 20 ആക്കാൻ 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പൊ അതേ 4 വെച്ച് മുകളിലും ഗുണിക്കാം. 10നെ 20 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ അതേ 2 വെച്ച് മുകളിലും ഗുണിച്ചു. 4നെ 20 ആക്കാൻ 5 കൊണ്ട് ഗുണിക്കണം. അതേ 5 വെച്ച് മുകളിലും ഗുണിച്ചു അല്ലെ? അപ്പൊ 5 25 4 5 എത്രയാ? 4 5 20 ആണ് അല്ലെ? അപ്പൊ 25/20 പ്ലസ് 1 4 4 ഡിവൈഡഡ് ബൈ I4 എത്രയാണ്? 20 ആണ്. പ്ലസ് 3 × 2 6 ഡിവൈഡഡ് ബൈ 10 × 2 എത്രയാ? 20 ആണ്. പ്ലസ് 5 × 5 25 ഡിവൈഡഡ് ബൈ 4 × 5 20 ആണ്. നോക്കൂ, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയില്ലേ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഫ്രാക്ഷൻസിനെ കൂട്ടാൻ കുറച്ചുകൂടെ എളുപ്പം എന്താണ്? അത് തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. എന്നിട്ട് ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്ത് വെക്കാം. 25 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 25 എത്രയായിരിക്കും വരിക? 25 4 29, 29 6 35, 35 25 എത്ര വരിക? 60 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. 60 ഡിവൈഡഡ് ബൈ 20ന്റെ ആൻസർ എത്രയായിരിക്കും? 0 0 വെട്ടിപ്പോയി. 6/2 എത്ര വരിക? 3 അല്ലെ? സോ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ LCM മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കുറെ ഫ്രാക്ഷൻസ് വരികയാണെങ്കിൽ അതിനെ പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു മൈനസ് ആയിരുന്നു ചിഹ്നമെങ്കിൽ നമ്മളിവിടെ ഇവിടെ മൈനസ് അല്ല എപ്പോ വരാം? അപ്പൊ ഇവിടെ മൈനസ് എഴുതണം എന്ന് മാത്രം. അവിടെ മൈനസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചും ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ അല്ലെ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്നുള്ളതാണ് അല്ലെ? ഈ ഫ്രാക്ഷൻസ് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിനെല്ലാം എന്തൊരു പ്രത്യേകത ഉണ്ടല്ലോ? എന്താണ് അതിന്റെ പ്രത്യേകത? താഴെ തന്നിരിക്കുന്ന ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണ് അല്ലെ? അങ്ങനെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആവുന്ന കേസിൽ
ഡിനോമിനേറ്റേഴ്സ് സെയിം ആവുന്ന കേസിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, ഏതിന്റെ ന്യൂമറേറ്റർ ആണ്. ന്യൂമറേറ്റർ മീൻസ് ഇവിടെ മുകളിൽ തന്നിരിക്കുന്ന സാധനമാണ് ന്യൂമറേറ്റർ. ഇതില് ചെറിയ ന്യൂമറേറ്റർ ഏതാണോ അതായിരിക്കും ഇവിടുത്തെ ചെറിയ ഫ്രാക്ഷൻ. വലിയ ന്യൂമറേറ്റർ ഏതാണോ അതായിരിക്കും ഇവിടുത്തെ വലിയ ഫ്രാക്ഷൻ. അവിടെ നോക്കൂ, ഇവിടുത്തെ ഡിനോമിനേറ്റർ ഏതാണ്? 5 ആണ് ഇവിടുത്തെ എല്ലായിടത്തെയും ഡിനോമിനേറ്റർ, അല്ലെ? സോ അപ്പോ ഇനി നമ്മൾ ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിലേക്ക് നോക്കിയാൽ മതി. ന്യൂമറേറ്റർ ഏറ്റവും ചെറുത് വരുന്ന ഏതിനെയാണ്? ന്യൂമറേറ്റർ ഏറ്റവും ചെറുത് വരുന്ന 1/5 അല്ലേ? അപ്പൊ ഇവിടുത്തെ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഏതാ? 1/5 ആണ്. വലിയ ഫ്രാക്ഷൻ ഏതായിരിക്കും? ഹയസ്റ്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ലാർജസ്റ്റ് ഫ്രാക്ഷൻ ആണ് ചോദ്യമെങ്കിൽ 4/5 ആയിരിക്കും ഇവിടുത്തെ വലിയ ഫ്രാക്ഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ, എന്താണ് ഇവിടുത്തെ നേരെ തിരിച്ചു വന്നു, അല്ലെ? ഫൈൻഡ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ വന്നു, പിന്നെ ന്യൂമറേറ്റേഴ്സ് എല്ലാം സെയിം ആയിട്ട് വന്നു. അപ്പൊ ന്യൂമറേറ്റേഴ്സ് സെയിം ആണെങ്കിൽ, മുകളിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷന് മുകളിൽ എഴുതിയിരിക്കുന്ന ആ സംഖ്യ എല്ലായിടത്തും സെയിം ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കേസ് ഡിനോമിനേറ്റേഴ്സ് ചെറുത് വരുന്നത് വലിയ ഫ്രാക്ഷനും വലുത് വരുന്ന ചെറിയ ഫ്രാക്ഷനും ആയിരുന്നു. നമ്മൾ നേരെ തിരിച്ചാണ് പറഞ്ഞത്. ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത്. ഡിനോമിനേറ്റർ എന്താണ്? വലുത് വരുന്ന ചെറിയ ഭിന്നസംഖ്യയും ചെറുത് വരുന്ന വലിയ ഭിന്നസംഖ്യ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 5/, എന്താ നമ്മൾ നോക്കേണ്ടത്? ചെറിയ മറ്റേ ഡിനോമിനേറ്റർ വരുന്ന ഏതാണ്? ന്യൂമറേറ്റർ സെയിം ആയതുകൊണ്ട് ചെറിയ ഡിനോമിനേറ്റർ നോക്കാം. ഇവിടെ 7, 9, 8, 11, 7 ചെറുത്. സോ അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? 5/7 ആയിരിക്കും ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് വ്യത്യാസം? ഇവിടെ എന്ത് സെയിം അല്ല? ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. സോ ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്നുള്ളതാണ് വന്നേക്കണം. പക്ഷെ രണ്ടെണ്ണത്തിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്, അല്ലെ? ഇവിടെ 9, ഇവിടെ 9. ഓക്കെ, ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ ഒന്നും ഇവിടെ സെയിം ആയിട്ട് വരുന്നില്ല. പക്ഷെ രണ്ടെണ്ണത്തിന് മാത്രം ന്യൂമറേറ്റർ സെയിം ആയിട്ട് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്നുണ്ട്. സോ 5/9 7/9. അപ്പൊ ഇവിടുത്തെ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഏതായിരിക്കും? 5/9 7/9 ചെറിയ ഫ്രാക്ഷൻ ഏതായിരിക്കും? ഉറപ്പായിട്ട് ന്യൂമറേറ്റർ ചെറുത് വരുന്നതാണ് ഇവിടുത്തെ ചെറിയ ഫ്രാക്ഷൻ. സോ 5/9 ആയിരിക്കും ഇതിൽ ചെറുത്. അപ്പൊ എന്തായാലും 7/9 അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 5/9 4/7 ചെറുത് ഏതാണ് നമ്മൾ നോക്കാൻ പോവാണേ. സോ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇങ്ങനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 7. 5 × 7 എത്രയാ? 35 ആണ്, അല്ലെ? എന്നിട്ട് അത് എവിടെ എഴുതി വെക്കാം? നമ്മൾ ഏതിന്റെ ന്യൂമറേറ്റർ ആണോ എടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് എഴുതി വെക്കാം കേട്ടോ. 5 × 7, അതായത് ആദ്യത്തിന്റെ ന്യൂമറേറ്ററിനെ രണ്ടാമത്തിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ന്യൂമറേറ്റർ നമ്മൾ ഏതിന്റെയാണോ എടുത്തിരിക്കുന്നത് അവിടെ നമ്മൾ എഴുതി വെച്ചു. 5 × 7 എത്രയാണ്? 35. തിരിച്ചു ഗുണിക്കുമ്പോഴോ 9 × 4. 9 × 4 എത്രയാ? 36 ആണ്. അത് രണ്ടാമത്തിന് താഴെ എഴുതി. സോ ഇവിടെ ചെറുത് ഏതാ? 35 ആണോ 36 ആണോ ചെറുത്? 35 ആണ് ചെറുത്, അല്ലെ? സോ ഓട്ടോമാറ്റിക്കലി ഈ തന്നിരിക്കുന്ന രണ്ട് സംഖ്യകൾ 5/9 ആയിരിക്കും ചെറുത്. 4/7 അല്ല ഇവിടത്തെ എന്ത് ഏറ്റവും ചെറുത് നമുക്ക് കിട്ടി. 4/7 അല്ല, 5/9 ആണെന്ന് കിട്ടി. ഇനി ആ 5/9 3/8 തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ അവിടെ. 5/9 3/8 തമ്മിലുണ്ട്. സോ അത് നമുക്കൊന്ന് നോക്കി നോക്കാം. 5 × 8 എത്രയാണ് വരിക? 40. 9 3 27. സോ ഇവിടെ ചെറുത് ഏതാ? 40 ആണോ 27 ആണോ? 27 അല്ലേ? സോ അപ്പൊ ഇവിടുത്തെ ഏറ്റവും ചെറുത് ഏതായിരിക്കും? 3/8 ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും ചെറുത്. അപ്പൊ ഇവിടുത്തെ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഏതാണ്? 3/8 ആണ്. അപ്പൊ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടും ഡിനോമിനേറ്റേഴ്സോ ന്യൂമറേറ്റേഴ്സോ സെയിം അല്ലാതെ വരുന്ന കേസുകളിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 1/2 + 2/3 - 1/4 - 5/6. നമ്മൾ എന്ത് ചെയ്യണം? 2ന്റെയും 3ന്റെയും 4ന്റെയും 6ന്റെയും എൽസിയം കണ്ടുപിടിക്കണം, അല്ലെ? ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ കുറെ ഇത് വന്നുകൊണ്ട് 2ന്റെയും 3ന്റെയും 4ന്റെയും 6ന്റെയും എൽസിയം കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഏറ്റവും വലിയ സംഖ്യ 6 ആണ്. 6 പക്ഷെ 2ലും 3ലും പോവുമെങ്കിലും 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അടുത്ത മൾട്ടിപ്പിൾ ആയിട്ടുള്ള 12 എടുത്ത് നോക്കുമ്പോൾ അത് 2ന്റെയും മൾട്ടിപ്പിൾ ആണ്, 3ന്റെയും മൾട്ടിപ്പിൾ ആണ്, 4ന്റെയും മൾട്ടിപ്പിൾ ആണ്, ഓട്ടോമാറ്റിക്കലി 6ന്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ 12 ആയിരിക്കും എൽസിയം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഓരോന്നിനെയും നമ്മൾ 12 ആക്കണം. അപ്പൊ × 6 × 6, അല്ലെ? 3 × 4 ഗുണിക്കുമ്പോഴാണ് നമുക്ക് 12 കിട്ടുക. അതേ 4 വെച്ച് മുകളിലും ഗുണിക്കണം. 4 × 3 ഗുണിക്കുമ്പോഴാണ് 12 കിട്ടുക. അതേ 3 വെച്ച് മുകളിലും ഗുണിക്കണം. 6 × 2 ഗുണിക്കുമ്പോഴാണ് 12 കിട്ടുക. അതേ 2 വെച്ച് മുകളിലും ഗുണിക്കണം, അല്ലെ? അപ്പൊ 6 6 ഡിവൈഡഡ് ബൈ 2 × 6 എത്ര കിട്ടി? 12 പ്ലസ് 2 × 4 8 ഡിവൈഡഡ് ബൈ 3 × 4 എത്ര കിട്ടി? 12, അല്ലെ? മൈനസ് 1 × 3 എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ 4 × 3 12 മൈനസ് 5 × 2 10 ഡിവൈഡഡ് ബൈ 6 × 2 12, അല്ലെ? ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് അത് തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. ദെൻ 6 ഇവിടത്തെ ചിഹ്നം പ്ലസ് ആണ്, പ്ലസ് ഇട്ടു. 8 പിന്നത്തെ ചിഹ്നം മൈനസ് ആണ്, സോ മൈനസ് ഇട്ടു. 3 അടുത്ത ചിഹ്നം മൈനസ് ആണ്, -10 എന്ന് എഴുതി, അല്ലെ?
6 8 14, 14 3 പോയാ 11, 11 10 പോയാൽ എത്ര വരിക? 1/2. സോ ദ ആൻസർ ഈസ് 1/12. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ എന്താണ്? 13/4 നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് അല്ലെ. അതായത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 13/4 കൺവേർട്ട് ചെയ്യാൻ വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ 13നെ 4 വെച്ച് ഹരിക്കാം. 13നെ 4 വെച്ച് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 3 4 12 എന്ന് കിട്ടും അല്ലെ. ശിഷ്ടം എത്രയാണ്? 1 ആണ്. അപ്പൊ കിട്ടിയ ആൻസർ ആയിട്ടുള്ള 3 ആദ്യം എഴുതുക. ദെൻ കിട്ടിയ ശിഷ്ടമായിട്ടുള്ള 1 അതിന് മുകളിലായിട്ട് എഴുതുക. ഡിവൈഡർ ബൈ നമ്മൾ എന്തുകൊണ്ടാണ് ഹരിച്ചേ? 4 കൊണ്ടല്ലേ? ആ 4 താഴെ എഴുതുക. അപ്പൊ 3 1/4 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഇത്രേ ഉള്ളൂ. 13ൽ 4 എത്ര പ്രാവശ്യം പോകും നോക്കി? 3 പ്രാവശ്യം പോകുന്നു മനസ്സിലായി. 3 4 12. ബാക്കിയുള്ള ശിഷ്ടമായിട്ടുള്ള 1 മുകളിൽ എഴുതി. ഡിവൈഡർ ബൈ എത്ര വെച്ച് നമ്മൾ ഹരിച്ചേ? 4 വെച്ച്. സോ 3/4 പറയുന്ന പേരാണ് 13/4. ക്ലിയർ അല്ലേ? അടുത്ത 8 1/6 നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാം എന്നുള്ളതാണ് എടുത്ത് പറയുന്നത് അല്ലെ. സോ 8 1/6 ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ ജസ്റ്റ് 8 into 6 ഗുണിക്കുക. അതായത് ഇങ്ങനെ ഗുണിക്കുക. ഇവിടെ വരുന്ന സംഖ്യയെ പൂർണ്ണസംഖ്യയെ നമ്മുടെ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററോട് ഗുണിക്കുക. 8 into 6 എത്രയാ? 48. എന്നിട്ട് ആ മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യയായിട്ട് അതിനെ കൂട്ടും. 48 1 എത്രയാ? 49 ഡിവൈഡർ ബൈ താഴെ എന്താണ്? 6 ആണ്. സോ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 49/6. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ 1 - 1/2 into 1 - 1/3 into etc 1 - 1/9. അതായത് ഇതിനിടയ്ക്ക് 1 - 1/4 ഉണ്ടാവും, 1 - 1/5 ഉണ്ടാവും. ഇങ്ങനെ 1 - 1/9 വരെ ഗുണിച്ചാൽ അല്ലെ എന്തായിരിക്കും ആൻസർ കിട്ടുക എന്നുള്ളതാണ്. സോ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മളിത് ചെയ്ത് നോക്കുക. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 - 1/2 എന്നാണ് തുടങ്ങുന്നതെങ്കിൽ അടുത്ത 1 - 1/3 ആണ്. ഇത് 1 - 1/4 ആണെങ്കിൽ ഇവിടെ ലാസ്റ്റ് വരുന്ന 1 മൈനസിന് ശേഷം വരുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ. വേറൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എത്രയായിരിക്കും ആൻസർ? 1/9 ആയിരിക്കും ആൻസർ. ഇത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കും. 1 - 1/2 എന്ന് പറയുമ്പോൾ 1/2 കിട്ടും. 1 - 1/3 എന്ന് പറയുമ്പോൾ 2/3 കിട്ടും അല്ലെ. സോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലേ അതായത് 1 - 1/2 ഇത്ര കിട്ടാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ 1 - 1/2 into 1 - 1/3 മാത്രം ഒന്ന് ചെയ്തോ. 1 - 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് 1.5 പോയാൽ അരയാണെന്ന് അറിയാം. ഇൻറ്റു 1 - 1/3 എന്ന് പറയുമ്പോൾ 1 × 3 3. പിന്നെ നമ്മളിവിടെ താഴെ 1 ഇട്ട് കൊടുത്തിട്ട് 1 × 1 എന്ന് പറയുമ്പോൾ 1 അല്ലെ. 3 - 1 2 എന്ന് മുകളിൽ വരും. ഡിവൈഡഡ് ബൈ 1 × 3 താഴെ 3 എന്ന് വരും. എന്തൊക്കെ ക്യാൻസൽ ആയി പോകും? 2 × 2 ക്യാൻസൽ ആയിട്ട് പോയിട്ട് ലാസ്റ്റ് ആൻസർ എത്ര വരുന്നു? 1/3. ഈ സാധനമല്ലേ വരുന്നത്. അപ്പൊ ഇത് തന്നെയാണ് എല്ലായിടത്തും വരിക. അപ്പൊ 1 - 1/2 into 1 - 1/3 into etc 1 - 1/9 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയായിരിക്കും? 1/. ക്ലിയർ അല്ലേ? അതേപോലുള്ള മറ്റൊരു ചോദ്യമാണ് 1/2 plus 1/4 plus 1/8 plus 1/16 plus x equal to dash. x equal to 1 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 1/16 ആയിരിക്കും അവിടുത്തെ ആൻസർ. വേറൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. 1/2 plus 1/4 plus 1/8 plus 1/16 plus x equal to 1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 1/16 ആയിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ. 1/2 plus 1/4 എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ അല്ലേ. 1/2 square plus 1/2 cube plus 1/2 raised to 8 എന്ന് പറയുമ്പോൾ അല്ലെ 2 raised to 4 plus ഇങ്ങനെ എക്സെട്ര plus 1/2 raised to n plus x equal to 1 എന്നാൽ എക്സെട്ര എന്ന് ചോദിച്ചാൽ വേറെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. 1/2 raised to n ആയിരിക്കും. ഇങ്ങനെ തന്നെ വരണം കേട്ടോ. അതായത് 1/2 plus 1/4 plus 1/8 അങ്ങനെ തന്നെ വരണം. എന്നാൽ മാത്രമേ അവിടുത്തെ ആൻസർ x is equal to 1/2 raised to n കിട്ടും. ക്ലിയർ അല്ലേ? മൂവിങ്. നമുക്ക് ഈ ഫ്രാക്ഷൻസിനെ ഒന്ന് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഓക്കെ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതെന്ന് വലുതിലേക്ക് എഴുതാം. അപ്പൊ നമ്മുടെ പരിപാടി ഏറ്റവും ചെറുത് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പണി. 6/7 1/3 7/9 3/8 എല്ലാത്തിലെയും ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും ഒക്കെ ഡിഫറെന്റ് ആണ്. സോ അപ്പൊ 6/7നെയും 1/3നെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചെറുത് ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 6 × 3 എത്ര വരിക? 18. then 7 × 1 7 അല്ലെ. അപ്പൊ നമുക്ക് ചെറുത് ഏതാന്ന് കിട്ടി? 1/3 ആണ് ഈ രണ്ടെണ്ണത്തിൽ ചെറുതെന്ന് കിട്ടി. ഓക്കെ. സോ അപ്പൊ ഏറ്റവും ചെറുത് ഏതല്ല? 1 അല്ല എന്ന് നമുക്ക് ക്ലിയർ ആയി. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കട്ട് ചെയ്യാം. ഏറ്റവും ചെറുതെന്ന് വലുതിലേക്കല്ലേ എഴുതണ്ട. അപ്പൊ 1 അല്ല ഏറ്റവും ചെറുത് എന്ന് ഉറപ്പാണ് നമുക്ക് വേണ്ടി. സോ അതുകൊണ്ട് തന്നെ 1 2 3 4 എന്നുള്ള ഓപ്ഷൻ ഏറ്റവും ചെറുത് സെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതെന്ന് വലുതില്ല നമ്മൾ എഴുതാം. അപ്പൊ ഏറ്റവും ചെറുത് 1 അല്ലാത്തതുകൊണ്ട് നമുക്ക് എ ഓപ്ഷനും സി ഓപ്ഷനും കട്ട് ചെയ്ത് കളയാം. ഇനിയുള്ളത് ബിയും ഡിയും ആണ്. അപ്പൊ അതിൽ നമുക്ക് കൺഫേം ആണ് ആദ്യത്തേത് 2 ആണ്. ഏറ്റവും ചെറുത് 2 ആണ്.
രണ്ടാമത് വരുന്ന 4 പിന്നെ അതെ രണ്ടിലും അങ്ങനെ തന്നെ വന്നിരിക്കുന്ന ബിയിലും ഡിയിലും 2 4 ആണ് വന്നിരിക്കുന്നത്. കൺഫ്യൂഷൻ വരുന്ന 3 1 ഏറ്റവും ചെറുത് എന്നുള്ളതിലാണ്. സോ അപ്പൊ നമുക്ക് ഈ 3 ഒന്ന് ചെക്ക് ചെയ്താൽ മതി. 3ലും 1ലും ചെറുത് ഏതാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, 2 കഴിഞ്ഞാൽ 4 ആണെന്ന് ഉറപ്പാണ്. പിന്നെ 3 1 നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അതായത് 6/7 ഉം 7/9 തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പൊ 9 54 7 49 ഇതിൽ ചെറുത് ഏതാ? 7/9 അല്ലേ? സോ അപ്പൊ 7/9 എന്ന് പറയുമ്പോൾ ഏതാണ്? 3 ആണ്. 6/7ലും 7/9ലും ചെറുത്. അപ്പൊ ഏറ്റവും വലുതാണ് 6/7 എന്ന് കിട്ടി. സോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതാണ് വരിക? 2 4 3 1 ആയിരിക്കും ഇവിടുത്തെ ഓർഡർ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഓരോന്നും ഇതൊന്ന് ചെറുതും വലുതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇതിന് ആൻസർ ചെയ്തു എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഓപ്ഷൻ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഏറ്റവും ആദ്യം നമുക്കിവിടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓരോന്ന് നോക്കിയിട്ട് അതിലെ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കാം. ഓക്കെ, സോ അതായത് ഇപ്പൊ ഇതിന് പകരം 4 3 2 1 അങ്ങനെയാണ് നമ്മുടെ എ ഓപ്ഷൻ. ദെൻ 4 2 3 1 എന്നാണ് സി ഓപ്ഷൻ എങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്ന ഏതായിരിക്കും? 4ഉം 2ഉം ഏറ്റവും ചെറുത് ഏതാണ് എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുക. 4ലും 2ലും ഏറ്റവും ചെറുത് ഏതാണ് എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുക. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാനും കൂടെ പറ്റണം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഫ്രാക്ഷൻസ് എന്നുള്ള സ്ഥാനത്ത് നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത്. യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ഒരു ടെസ്റ്റ് പേപ്പറിൽ ഇട്ടിരുന്ന ചോദ്യങ്ങൾ അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചത്തെ ടെസ്റ്റ് പേപ്പറുമായിട്ട് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.